പ്ലേസ്ഡ് ആയോ? മുംബൈയിലോ? പൊളി. അപ്പൊ ഇപ്പൊ എവിടെയുള്ളേ? കൊച്ചിയിലുണ്ടോ? അടുത്ത ആഴ്ച പോവോ? ഞാൻ അവിടെ ഉണ്ട് റൂമില്. ആ ബാബാ പോര്, ഞാൻ അവിടെ ഉണ്ട്. ഓക്കെ. എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ചായ വേണമെന്ന് ചോദിച്ചതാ. കേട്ടോ. അമ്മ ഈ ചായ ടേബിൾ വെച്ചിണ്ടേ. ഹായ് ശീതൾ. അപ്പൂല്ലേ? അമ്മ പറഞ്ഞായിരുന്നു വായോ. പിന്നെ എന്തൊക്കെയുണ്ട് വിചാരിക്കണ? അയ്യോ, ഞാൻ പരിചയപ്പെട്ടാ പറഞ്ഞ ഇതാ. അത് ഞങ്ങള് ഓൾറെഡി പരിചയപ്പെട്ടായിരുന്നു. അതെ, അപ്പനും കൂടെ ചായ എടുക്കും. ചായ കാര്യങ്ങളൊക്കെ എന്താ പ്ലേസ്മെന്റ് ആയി മുംബൈക്കോണ് അതൊക്കെ തന്നെ. സ്കോപ്പ് ഉണ്ടല്ലേ? നിന്റെ അതല്ലേ പറഞ്ഞ അന്ന് എൻ്റെ ഒപ്പം വന്ന് ജോയിൻ ചെയ്യാൻ റിലയൻറ്റില് വന്നില്ലല്ലോ. അന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ല ജോലി കിട്ടിയാ. എനിക്കൊന്നും അത്രയും ബോധം ഉണ്ടായില്ല. സാലാഷ് നിനക്ക് ഇപ്പോഴാണെങ്കിൽ ജോയിൻ ചെയ്യാലോ. ഈ ഏപ്രിലില് പുതിയ ബാച്ചിന് അഡ്മിഷൻ തുടങ്ങുന്നുണ്ട്. നോക്കി നോക്കുക. അവിടെ ഫാക്കൽറ്റീസും ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയാ. മുംബൈയില് പ്ലേസ്മെന്റാ? അപ്പൊ ചായ. ഏത് കോഴ്സ് ചെയ്യുന്നു പറഞ്ഞ? ഞാൻ ലോജിസ്റ്റിക്സാ ചെയ്തേ. അവിടെ റിലയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടില്. അവിടെ വേറെന്താ കോഴ്സ് ഉണ്ട്? അവിടെ PG, പ്രൊഫഷണൽ, ഡിപ്ലോമ, അവിടെ എല്ലാം ഉണ്ട് ആ കോഴ്സ്. വെറുതെ ഡിഗ്രിക്കും പോയിട്ട് ഒരു പണിയില്ലാണ്ട് വീട്ടിൽ ഇരുന്നോ? ഇത് വല്ലതും ചെയ്ത് ജോലിക്ക് പോകാറുന്നില്ലേ? ഞാനതാ പറഞ്ഞേ. അതെ, എനിക്കും ഇത് ചെയ്താൽ കൊള്ളാന്നുണ്ടേ. പക്ഷെ ഞാൻ ഈയിടെ ഒരു പാർട്ട് ടൈം ജോലിക്ക് കയറി. അത് കാരണം അവിടെ ഒന്നും കുഴപ്പമില്ല. അവിടെ മോർണിംഗും ആഫ്റ്റർനൂണും ഒക്കെ ബാച്ച് ഉണ്ട് ക്ലാസ്സിന്റെ. അപ്പം പാർട്ട് ടൈം ചെയ്യണമെങ്കിലും പഠിത്തം അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകാം. ഒന്നും പ്രശ്നമില്ല. ആണോ? അന്ന് അന്വേഷിക്കണല്ലോ. നമ്മൾ നാളെ തന്നെ പോയി അഡ്മിഷൻ സെറ്റ് ആക്കണം. നമ്മള് എനിക്ക് ചെയ്യാൻ പറ്റിട്ട് ഞാൻ ചെയ്യും. നമ്മളൊന്നൊക്കെ